ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു സരിതാസ് വ്ലോഗ്. സൊല്യൂഷൻസ് എന്ന ചാപ്റ്ററിന്റെ അവസാനത്തെ വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യുന്നത്. ഇത് കേട്ടപ്പോ ചിലർക്കൊക്കെ വളരെ സന്തോഷം തോന്നുന്നുണ്ടാവും അല്ലേ? ഒരു ചാപ്റ്റർ കഴിയാനായതിന്റെ സന്തോഷം ഇല്ലേ? എനിക്ക് ഊഹിക്കാട്ടോ. ഓക്കെ, കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിലെ ഓസ്മോട്ടിക് പ്രഷർ എന്ന ടോപ്പിക്കില് കുറച്ച് ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആണ് ഞാൻ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞാനിവിടെ പറയുന്ന ഓരോ പ്രോബ്ലംസും വ്യത്യസ്തങ്ങളാണ്. അതുകൊണ്ട് തന്നെ നല്ലപോലെ ശ്രദ്ധിക്കുക. ഞാൻ ഓരോ പ്രോബ്ലം പറയുമ്പോഴും അതിനെങ്ങനെ സോൾവ് ചെയ്യാന്നുള്ളതും അതിനോട് ബന്ധപ്പെട്ട ഇക്വേഷൻസ്, അതുപോലെ തന്നെ ചില എന്താ പറയാ കൺവേർഷൻസ്, അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചേക്കണം എല്ലാവരും. അപ്പോൾ എന്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾ എഴുതുന്ന കമന്റ്സ് ഒക്കെ ഞാൻ വായിക്കാറുണ്ട്. വളരെ സന്തോഷം. വീഡിയോസ് ഇഷ്ടപ്പെടുന്നു എന്ന് അറിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ചില കുട്ടികളൊക്കെ ചില കമന്റ്സിലൂടെ എന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു ചില വീഡിയോസിൽ എഴുതുന്നത് അവർക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല എന്നുള്ളത്. ശരിയാണ്, ഞാനത് മനസ്സിലാക്കി. ബാക്കിയുള്ള വീഡിയോസ് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഞാനത് കറക്റ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇത്തരം വാല്യുബിൾ കമന്റ്സ് ആണ് എനിക്ക് വേണ്ടത്. കാരണം എന്റെ എറേഴ്സ് എന്താണെന്നുള്ളത് എന്നെ മനസ്സിലാക്കിപ്പിച്ചു തരുന്നത് നിങ്ങൾ കാണുന്ന വ്യൂവേഴ്സ് ആണ്. അപ്പോ ഞാനത് കറക്റ്റ് ചെയ്യേണ്ട ഒരു ചുമതല എന്നിലുണ്ട്. ഞാനത് പരമാവധി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇനിയും ഇതുപോലെയുള്ള പ്രോത്സാഹനങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് എനിക്ക് ഉണ്ടായിരിക്കണം. അപ്പൊ ഇനി ഞാൻ അധികം കത്തിവെക്കണില്ല. നമുക്ക് നമ്മുടെ ടോപ്പിക് എടുക്കണ്ടേ? കത്തിവെച്ചിരുന്നാ മതിയോ? ഓക്കെ, അപ്പൊ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ ഒരു ടോപ്പിക്കോട് കൂടി നമ്മളുടെ സെഷൻ അവസാനിക്കുകയാണ്. നിങ്ങൾ കുറച്ച് ഭാഗ്യം ചെയ്തവരാണ്. കഴിഞ്ഞ വർഷം വരെയുള്ള കുട്ടികൾ ഇതിന് ശേഷമുള്ള 1-2 ടോപ്പിക്കും കൂടി പഠിക്കേണ്ടതുണ്ടായിരുന്നു. ഇപ്പോ സിലബസ് കുറച്ചപ്പോ 1-2 കാര്യങ്ങൾ ഇവിടെ കുറച്ചിരിക്കുകയാണ്. അബ്നോർമൽ മോളിക്കുലർ മാസ് ആൻഡ് വാൻ ഹോഫ് ഫാക്ടർ. ഭാഗ്യത്തിന് ഇപ്പൊ നിങ്ങൾക്ക് അത് പഠിക്കേണ്ട. നമുക്കപ്പോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം എന്താണെന്ന്. 200 centimeter cube of an aqueous solution of a protein contains 1.26 gram of protein. The osmotic pressure of such a solution at 300 Kelvin is found to be 2.57 into 10 raised to minus 3 bar. Calculate the molar mass of protein. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്താണ് ആലോചിച്ച് വയ്ക്കേണ്ടത്? ഏത് ഇക്വേഷൻ വെച്ചിട്ടാണ് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്? ഓസ്മോട്ടിക് പ്രഷറായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരേ ഒരു ഇക്വേഷനെ നമ്മൾ പഠിച്ചിട്ടുള്ളൂ അല്ലെ? അത് ഏതാണ്? ദാറ്റ് ഈസ് പൈ വി ഈസ് ഈക്വൽ ടു എൻ വി ഇൻറ്റു ആർ ടി. ശരിയല്ലേ? ഓസ്മോട്ടിക് പ്രഷറും വോളിയവും നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ സൊല്യൂട്ടും യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആൻഡ് ടെമ്പറേച്ചർ ഇതെല്ലാം കൂടി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ദ പൈ വി ഈസ് ഈക്വൽ ടു എൻ ബി ഇൻറ്റു ആർ ടി. ഇനി നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ എന്തൊക്കെയാണ് തന്നിട്ടുള്ളതെന്ന് നോക്കാം. ഓക്കെ, ഇവിടെ 200 centimeter cube of an aqueous solution of a protein contains 1.26 gram of protein എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ എന്താ? ആ ഒരു സെന്റൻസിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് 200 centimeter cube of an aqueous solution എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is 200 ml of an aqueous solution എന്നാണ് അർത്ഥം. 200 centimeter cube എന്ന് കാണുമ്പോഴേക്കിനും അയ്യോ എനിക്ക് അറിയില്ലേ എന്ന് പറഞ്ഞിട്ട് ആ ക്വസ്റ്റ്യൻ ഇട്ടേച്ചും പോവരുത്. സെന്റിമീറ്റർ ക്യൂബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ml ആണ് കേട്ടോ. 200 ml ആണ്. അപ്പൊ 200 centimeter cube of an aqueous solution of a protein contains 1.26 gram of protein. ആ ഒരു സൊല്യൂഷനില് 1.26 gram of protein ഉണ്ട്. ദാറ്റ് മീൻസ് വി ആർ ഗിവൺ ദി weight of the solute. That is WB is given here. The osmotic pressure of such a solution at 300 Kelvin is found to be 2.57 into 10 raised to minus 3 bar. That means osmotic pressure pi ന്റെ വാല്യൂ തന്നിട്ടുണ്ട്. പൈയുടെ വാല്യൂ തന്നിട്ടുള്ളത് 2.57 into 10 raised to minus 3 bar. നമ്മൾ സാധാരണ അറ്റ്മോസ്ഫിയർ എന്ന് കേട്ടിട്ടുണ്ട് അല്ലെ? പ്രഷറിന്റെ യൂണിറ്റ് ആയിട്ട് പ്രഷറിന് ഒരുപാട് യൂണിറ്റുകൾ ഉണ്ട്. അത് അറ്റ്മോസ്ഫിയറിൽ പറയാം, പാസ്കലിൽ പറയാം, ബാറിൽ പറയാം.
അപ്പൊ അതിനൊക്കെ ബേസ് ചെയ്തിട്ട് നമ്മുടെ ആറിന്റെ വാല്യൂസിലും വ്യത്യാസങ്ങളുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലാക്കിച്ച് തരാനാണ് ഞാൻ ആദ്യം ഇവിടെ ഇത് എഴുതിയിട്ടുള്ളത്. അപ്പൊ ഇതൊന്ന് മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് ഇവിടെ തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് എഴുതാം. ഓക്കെ, ഞാൻ പറഞ്ഞു ഇവിടെ ആർ എന്ന് പറയുന്നത് സൊല്യൂഷൻ കോൺസ്റ്റന്റ് ആണ്. സൊല്യൂഷൻ കോൺസ്റ്റന്റ് വാല്യൂ എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് വാല്യൂവിനോട് സിമിലർ ആണ്. അപ്പോ ആറിന്റെ വാല്യൂ നോക്കുക കേട്ടോ. പല പല യൂണിറ്റുകളില് ആറിന്റെ വാല്യൂ എന്തൊക്കെയാ വരുന്നത്. നമ്മളെ ക്വസ്റ്റ്യൻ അനുസരിച്ചായിരിക്കണം നമ്മള് ഈ ആറിന്റെ വാല്യൂ ഇവിടുന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. ഇപ്പൊ ബാറിലൊക്കെയാണ് തരുന്നതെങ്കിൽ ബാറിലായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റിന്റെ വാല്യൂസ് ഉണ്ട്, അതാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. പിന്നെ അത് മാത്രമല്ല അറ്റ്മോസ്ഫിയർ ആണെങ്കിൽ നമ്മൾ സാധാരണ നമ്മള് പൈ വി ഈസ് ഈക്വൽ ടു NV × RT ഞാൻ പഠിപ്പിച്ചു തന്നപ്പോ ആറിന്റെ വാല്യൂ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. 0.0821 ലിറ്റർ അറ്റ്മോസ്ഫിയർ കെൽവിൻ റേസ് ടു -1 മോൾ റേസ് ടു -1 എന്നൊക്കെ ഓർമ്മയുണ്ടോ? ഇത് നമുക്ക് നോക്കാം. ആറിന്റെ വാല്യൂ ഇപ്പൊ ബാറിലാണെങ്കിൽ 8.314 × 10⁻² ലിറ്റർ ബാർ കെൽവിൻ റേസ് ടു -1 മോൾ റേസ് ടു -1. അല്ലെങ്കിൽ ഈ ബാറിൽ തന്നെയുള്ളത് ഈ 10⁻²ന് പകരം ഞാൻ ഇങ്ങനെ എഴുതി. ഇത് കണ്ടിട്ടുണ്ടാവും പലരും. 0.083 ലിറ്റർ ബാർ കെൽവിൻ റേസ് ടു -1 മോൾ റേസ് ടു -1. ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. ഇവിടെ ആകെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് 10⁻² എന്ന് എഴുതി. ഇതിന് പകരം ഞാൻ ഇവിടെ 0.083 എന്ന് എഴുതി. അതായത് ഇതിനെ ഈ ഒരു 8.314 ഡിവൈഡഡ് ബൈ 100 ചെയ്താൽ കിട്ടുന്നതാണ് ഈ വാല്യൂ. മനസ്സിലായോ? ക്ലിയർ ആയില്ലേ? അപ്പൊ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം കേട്ടോ. ബാറിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാല്യൂ ആണ് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ഈ വാല്യൂ ഏതായാലും കുഴപ്പമില്ല. ഇനി ലിറ്റർ അറ്റ്മോസ്ഫിയർ കെൽവിൻ റേസ് ടു -1 മോൾ റേസ് ടു -1 എന്ന് പറയുമ്പോൾ ആറിന്റെ വാല്യൂ 0.0821 ലിറ്റർ അറ്റ്മോസ്ഫിയർ കെൽവിൻ റേസ് ടു -1 മോൾ റേസ് ടു -1. ഇതെങ്ങനെയാ കിട്ടുന്നതെന്ന് അറിയോ? ഈ ഒരു വാല്യൂ, അതായത് ഒരു ബാറിനെ നമുക്ക് അറ്റ്മോസ്ഫിയർ ആക്കി മാറ്റാനുള്ള ഒരു എക്സ്പ്രഷൻ ഉണ്ട്. 1 ബാർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 10⁵5 പാസ്കൽ ആൻഡ് 1 ബാർ ഇസ് ഈക്വൽ ടു 0.987 അറ്റ്മോസ്ഫിയർ. അപ്പൊ നമുക്ക് ഇവിടെ ATMലേക്കാണ് കൺവേർട്ട് ചെയ്തതെങ്കിൽ ഈ 8.314 × 10⁻²നെ നിങ്ങൾ ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുക 0.987 കൊണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു വാല്യൂ കിട്ടും. ഇതൊക്കെ അറിഞ്ഞിരിക്കണം. അറിഞ്ഞിരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് കാണാതെ പഠിക്കാം. എൻട്രൻസ് പോലെയുള്ള പരീക്ഷകൾ വരുമ്പോ നമുക്ക് ഇതൊക്കെ ഈ കൺവേർഷൻസ് ഒക്കെ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ R is equal to 0.0821 ലിറ്റർ അറ്റ്മോസ്ഫിയർ കെൽവിൻ റേസ് ടു -1 മോൾ റേസ് ടു -1. ചിലപ്പോഴൊക്കെ ചില ക്വസ്റ്റ്യൻസ് ഓസ്മോട്ടിക് പ്രഷറിന്റെ വാല്യൂ പാസ്കൽസിൽ കാണാൻ വേണ്ടി പറയും. അങ്ങനെ പാസ്കലിൽ കാണാൻ വേണ്ടി പറയുമ്പോൾ ആറിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താ? 8.314 × 10⁻³ ലിറ്റർ പാസ്കൽ കെൽവിൻ റേസ് ടു -1 മോൾ റേസ് ടു -1. അപ്പോ ഇതറിയണം. ഇനി ചിലപ്പോഴൊക്കെ 8.314 KL കിലോ ലിറ്റർ പാസ്കൽ കെൽവിൻ റേസ് ടു -1 മോൾ റേസ് ടു -1. അപ്പൊ 10⁻³ ഉണ്ടാവില്ല. അങ്ങനെ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് പല രീതിയിൽ നമുക്ക് എഴുതാനായിട്ട് പറ്റും. എനർജി തരുമ്പോ നിങ്ങൾ പഠിച്ചിട്ടില്ലേ? ജൂൾ കെൽവിൻ റേസ് ടു -1 മോൾ റേസ് ടു -1 8.314 വാല്യൂ വെച്ചിട്ട് അതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. നമ്മൾക്ക് ഇവിടെ പ്രഷറിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്താ പറയാ എക്സ്പ്രഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി പറയുമ്പോൾ ഇങ്ങനെയുള്ള 2-3 കാര്യങ്ങളാണ് ഓർത്തു വെക്കേണ്ടത്. പ്രോബ്ലം തുടങ്ങുന്നതിന് മുൻപായിട്ട് ആറിന്റെ ഡിഫറെന്റ് വാല്യൂസ് എന്ന് പറഞ്ഞിട്ട് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം. അതിനുശേഷം പ്രോബ്ലം ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് ഏത് പ്രോബ്ലം വന്നാലും കൃത്യമായിട്ട് അതിൽ നിന്ന് എടുത്ത് എഴുതാനായിട്ട് സാധിക്കും. മനസ്സിലായില്ലേ എല്ലാവർക്കും? ആറിന്റെ വാല്യൂ തന്നെ ഡിഫറെന്റ് ആയിട്ടുണ്ട്. ബാറിൽ പറയാം, അറ്റ്മോസ്ഫിയറിൽ പറയാം, പാസ്കലിൽ പറയാം. പിന്നെ ഒരു ബാറും പാസ്കലും തമ്മിലുള്ള റിലേഷൻ ആണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത്. അപ്പൊ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിവിടെ കാണാവുന്നതുള്ളൂ. ഇപ്പോ ബാറിനെ നമുക്ക് പാസ്കൽ ആക്കണമെങ്കിൽ ഈ ഒരു വാല്യൂക്ക് കൊണ്ടുവരണമെങ്കിൽ ഇവിടെ എന്ത് ചെയ്താൽ മതി? യു ജസ്റ്റ് മൾട്ടിപ്ലൈ ഇറ്റ് വിത്ത് 10⁻⁵. അപ്പോ 8.314 × 10⁻² × 10⁻⁵ ചെയ്താൽ എന്ത് കിട്ടും? കിട്ടും. ചെയ്തു നോക്ക്. അപ്പൊ ഞാനിത് മാറ്റിട്ടെ. ഓക്കെ, അപ്പൊ നമുക്ക്
നമുക്കറിയാം മോളിക്കുലർ മാസ് ഓഫ് ദ സൊല്യൂട്ട് കാണാനുള്ള എക്സ്പ്രഷൻ WB/RT ഡിവൈഡഡ് ബൈ πV. ഇനി ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ സൈഡിൽ ഒന്ന് എടുത്ത് എഴുതി സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തി ഫൈനൽ ആൻസർ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോ ഫസ്റ്റ് WB which is the weight of the solute. That means here mass of the protein എത്രയാണ് തന്നിട്ടുള്ളത്? It is 1.26 gram. Then R എന്ന് പറയുന്നത് it is a solution constant. യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് എന്ന് എഴുതാം, സൊല്യൂഷൻ കോൺസ്റ്റന്റ് എന്ന് എഴുതാം, ഒരു തർക്കമില്ല. 0.083 ലിറ്റർ ബാർ കെൽവിൻ റേസ് ടു -1 മോൾ റേസ് ടു -1. ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞു തന്നതാണ് കേട്ടോ. Then T ടെമ്പറേച്ചർ എത്രയാണ്? It is given as 300 Kelvin. And pi, that is osmotic pressure, is also given, that is 2.57 into 10 raised to -3 bar. Then V, volume തന്നിട്ടുണ്ട്. It is 200 centimeter cube. 200 centimeter cube-നെ നമ്മൾ എന്ത് ചെയ്യണം? We have to convert it into liter. That means we have to divide it with 1000. അപ്പൊ എന്ത് കിട്ടും? We'll get 0.2 liter. ഇതുവരെ ക്ലിയർ അല്ലേ? ഇനി നമ്മൾ ഇതെല്ലാം ഈ ഒരു എക്സ്പ്രഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, WB is 1.26 into 0.083 into 300 divided by 2.57 into 10 raised to -3 into 0.2. നമ്മൾക്ക് ഫൈനൽ ആൻസർ കിട്ടുന്നത് 61.022 gram per mole. എല്ലാവരും ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. എപ്പോ വേണമെങ്കിലും ഇതുപോലെ സെന്റിമീറ്റർ ക്യൂബ് എന്നൊക്കെ പറഞ്ഞു വരാം കേട്ടോ ക്വസ്റ്റ്യനില്. ഈ ഒരു ഓസ്മോട്ടിക് പ്രഷറിനെ ബേസ് ചെയ്തിട്ടല്ല, മറ്റേതെങ്കിലും വന്നാലും നിങ്ങൾ മനസ്സിലാക്കുക. 200 സെന്റിമീറ്റർ ക്യൂബ് എന്ന് പറയുന്നത് 200 ml ആയിട്ട് റിലേറ്റ് ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് കിട്ടും. കിട്ടാത്തവരോടാണ് ഞാനിത് സ്ട്രെസ് ചെയ്യുന്നത്. കിട്ടുന്നവർക്ക് പിന്നെ ഇതൊന്നും ഒരു പ്രശ്നമല്ല, അല്ലേ? കാര്യം മനസ്സിലായല്ലോ? മോളിക്കുലർ മാസ് ഓഫ് ദ സൊല്യൂട്ട് ആയതുകൊണ്ട് യൂണിറ്റ് ഈസ് ഗ്രാം പെർ മോൾ. എപ്പോഴും ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മുടെ ഫൈനൽ ആൻസറിന്റെ ഒപ്പം യൂണിറ്റ് ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും എഴുതിയിരിക്കണം. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കാൽക്കുലേറ്റ് ദ ഓസ്മോട്ടിക് പ്രഷർ ഇൻ പാസ്കൽസ് exerted by a solution prepared by dissolving 1 gram polymer of molar mass 185,000 in 450 ml of water at 37 degrees Celsius. ഓസ്മോട്ടിക് പ്രഷർ കാൽക്കുലേഷൻസിന്റെ അഡ്വാൻറ്റേജസിനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിലെ ഓസ്മോട്ടിക് പ്രഷർ എടുത്തപ്പോൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഓർക്കുന്നുണ്ടോ? അതായത് ഇവിടെ അറ്റ് റൂം ടെമ്പറേച്ചർ വി ക്യാൻ കാൽക്കുലേറ്റ് ദി ഓസ്മോട്ടിക് പ്രഷർ ഓർ ദി മോളിക്കുലർ മാസ്. അത് മാത്രമല്ല, ഈവൻ ഇൻ ദ വെരി ഡൈലൂട്ട് സൊല്യൂഷൻ വി വിൽ ഗെറ്റ് എ വെരി ലാർജ് വാല്യൂ ഫോർ ദി ഓസ്മോട്ടിക് പ്രഷർ എന്നിവയൊക്കെ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. 37 ഡിഗ്രി സെൽഷ്യസില് 450 ml വെള്ളത്തില് 185,000 മോളാർ മാസ് ഉള്ള 1 gram പോളിമർ ഡിസോൾവ് ചെയ്തപ്പോ അവിടെ എക്സേർട്ട് ചെയ്ത ഓസ്മോട്ടിക് പ്രഷർ എന്താണ്? ഇതാണ് ചോദ്യം. അപ്പോ ഓസ്മോട്ടിക് പ്രഷർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്കറിയാം πV is equal to NB into RT. ഇത് മറക്കരുത്. പൈ is equal to NB RT divided by V. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ തന്നിട്ടുള്ള കാര്യങ്ങൾ എന്തെല്ലാമാണെന്നൊന്ന് എടുത്ത് എഴുതാം. വാട്ട് ഈസ് NB? അപ്പോ NB എന്ന് പറയുന്നത് ഇറ്റ് ഈസ് WB divided by MB. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് ഇവിടെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലെ. WB RT divided by MB into V. Okay. Apo what is WB? It is 1 gram. What is MB? It is 185,000 gram per mole. ഇനി എന്താ നമുക്ക് കാണാനുള്ളത്? It is R. അപ്പൊ പാസ്കലാണ് ഇവിടെ തന്നിട്ടുള്ളത്. പാസ്കലിലാണ് നമുക്ക് ഓസ്മോട്ടിക് പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മൾ പാസ്കലിൽ എഴുതണ്ടേ ആറിന്റെ വാല്യൂ? എന്താ എഴുതുന്നത്?
8.314 into 10 raised to 3 liter, Pascal, Kelvin raised to -1, mole raised to -1. Okay, then T. It is 37 degrees Celsius. നമ്മൾ കൺവേർട്ട് ചെയ്യണം. 37 plus 273. അപ്പൊ എന്ത് കിട്ടി? We got as 310 Kelvin. And finally V. What is V? നമുക്ക് നോക്കാം. It is 450 ml. അപ്പൊ 450 ml നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ലിറ്ററിലേക്ക് മാറ്റണം. വേണ്ടേ? അതിനുവേണ്ടി 450 divided by 1000 ചെയ്യാം. അപ്പൊ എന്ത് കിട്ടും നമുക്ക്? 0.45 ലിറ്റർ. ഇനി ഈ വാല്യൂസ് ഒക്കെ ഈ ഒരു എക്സ്പ്രഷനിൽ കൊടുത്ത് ഫൈനൽ വാല്യൂ കണ്ടുപിടിക്കാം. ഈസി അല്ലേ? ഇതൊക്കെ കിട്ടാനാ ബുദ്ധിമുട്ട്. സബ്സ്റ്റിറ്റ്യൂഷൻ നടത്താൻ ആരോടും ചോദിക്കണ്ട അല്ലേ? ഓക്കെ. WB is 1 into R, it is 8.314 into 10 raised to 3. Temperature is 310 divided by what is MB? It is 185,000 into V. It is 0.45. ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയേ എത്ര കിട്ടുക എന്നുള്ളത്. ചെയ്തു നോക്കിയോ? ഉത്തരം കിട്ടിയോ? ഇനി ഞാനിവിടെ ഉത്തരം എഴുതാം. അത് നിങ്ങൾക്ക് കിട്ടിയ ഉത്തരമായിട്ട് സാമ്യമുണ്ടോ എന്നൊന്ന് നോക്കിയേ. 30.96. Pi value it is found to be 30.96 Pascal. നമ്മുടെ ക്വസ്റ്റ്യനില് ഓസ്മോട്ടിക് പ്രഷർ പാസ്കലിലാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ പാസ്കലിലാക്കി. അതായത് ഓസ്മോട്ടിക് പ്രഷർ പാസ്കൽ ഒന്നും തന്നിട്ടില്ല. ജസ്റ്റ് കാൽക്കുലേറ്റ് ഓസ്മോട്ടിക് പ്രഷർ എക്സേർട്ടഡ് ബൈ എ സൊല്യൂഷൻ എന്നാണ് ക്വസ്റ്റ്യൻ എങ്കിൽ ഇങ്ങനെയൊന്നും നിങ്ങൾ ചെയ്യണ്ട. പാസ്കലൊന്നും ആക്കണ്ട. 0.0821 വെച്ച് നിങ്ങൾക്ക് ഇവിടെ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്താം കേട്ടോ. ഇവിടെ പാസ്കൽ എന്ന് തന്നതുകൊണ്ടാണ് ഈ രീതിയിൽ നമുക്ക് ചെയ്യേണ്ട വന്നത്. പാസ്കലിന് തന്നിട്ടില്ലെങ്കിൽ 0.0821 ലിറ്റർ അറ്റ്മോസ്ഫിയർ, കെൽവിൻ റേസ് ടു -1, മോൾ റേസ് ടു -1 വെച്ച് ചെയ്യാം. ഇതുവരെ ക്ലിയർ അല്ലേ? ഇനി ഇതുപോലത്തെ പ്രോബ്ലം വന്നാൽ തെറ്റിക്കരുത് കേട്ടോ. ഓരോന്നും ശ്രദ്ധിച്ച് ചെയ്യണം. അതിനാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ശ്രദ്ധിക്കുക, ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ് അടുത്തതിന്റെ ഒരേപോലെയുള്ള റിപ്പീറ്റേഷൻ അല്ല ഞാൻ പറയുന്നത് കേട്ടോ. കാൽക്കുലേറ്റ് ദ ഓസ്മോട്ടിക് പ്രഷർ of 5% solution of cane sugar. Cane sugar എന്ന് പറഞ്ഞാൽ sucrose at 15 degrees Celsius. എന്തൊരു ചെറിയ ക്വസ്റ്റ്യനാ. ക്വസ്റ്റ്യൻ ഒക്കെ ചെറുതാണ്, പക്ഷേ ഇവിടെയുള്ള പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി എടുത്തെങ്കിൽ മാത്രമേ നമ്മുടെ എക്സ്പ്രഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പറഞ്ഞ പോലെ നമ്മുടെ എക്സ്പ്രഷൻ എന്താ നമ്മളിവിടെ എഴുതിയിട്ടില്ല. ഒന്ന് പറഞ്ഞേ നിങ്ങൾ എല്ലാവരും. എക്സ്പ്രഷൻ എന്താ? വാട്ട് ഇസ് എക്സ്പ്രഷൻ ഫോർ ഫൈൻഡിങ് ഔട്ട് ദ ഓസ്മോട്ടിക് പ്രഷർ? പറയൂ. പൈ ഈസ് ഈക്വൽ ടു WB RT ഡിവൈഡഡ് ബൈ MB ഇൻറ്റു V. എല്ലാരും പറഞ്ഞോ? കിട്ടുന്നുണ്ടോ? ശരി, നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. നമ്മൾ ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോ എന്താ തന്നിട്ടുള്ളത്? ആകെ ഒരു 5% സൊല്യൂഷൻ എന്ന് കാണാനുണ്ട്. 15 ഡിഗ്രി സെൽഷ്യസ് ഉണ്ട്, സൂക്രോസ് ഉണ്ട്, വേറെ ഒന്നുമില്ല. എന്ത് ചെയ്യും? ഒന്ന് സോൾവ് ചെയ്ത് നോക്കി. ഈ WB നെ ഞാൻ സഫിക്സ് ആയിട്ട് കൊടുക്കട്ടെ, അല്ലെങ്കിൽ B വേറെ എന്താണെന്ന് അന്വേഷിച്ചു പോകും ചിലര്. ഓക്കെ, നമുക്ക് തുടങ്ങാം. ഇവിടെ കാൽക്കുലേറ്റ് ദ ഓസ്മോട്ടിക് പ്രഷർ. അപ്പൊ പൈ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓഫ് 5% സൊല്യൂഷൻ ഓഫ് കെയിൻ ഷുഗർ എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ ഈ ചാപ്റ്ററിന്റെ തുടക്കത്തിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എക്സ്പ്രഷൻസ് ഫോർ കാൽക്കുലേറ്റിംഗ് ദ കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻസ്. അതൊക്കെ മറന്നുപോയിട്ടുണ്ടാവും അല്ലേ? അതൊക്കെ മറിച്ച് നോക്കുക കേട്ടാ. അപ്പൊ അവിടെ കാണാം മാസ് ബൈ വോളിയം പെർസെന്റേജ് എന്ന് പറഞ്ഞൊരു കാര്യം. അതായത് മാസും വോളിയവും തന്നിട്ടുണ്ടെങ്കിൽ, നമുക്ക് വോളിയം എന്ന് തന്നിട്ടില്ല, പക്ഷെ ഇത് സൊല്യൂഷൻ ആണ്. അപ്പൊ 5% സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 gram dissolved in 100 ml of the solution എന്നാണ് അർത്ഥം. 5% solution of cane sugar means എന്താണ്? 5 gram of cane sugar, that is sucrose,
dissolved in 100 ml of the solution. അത് മനസ്സിലാക്കി എടുക്കേണ്ട ഒരു ചുമതല നിങ്ങൾക്ക് ഉണ്ട് ഇവിടെ. ഞാൻ മുൻപ് പഠിപ്പിച്ചു തന്നിട്ടുള്ളതാണ്, നമ്മൾക്ക് ഇത് ഇവിടെ ആവശ്യമായിട്ട് വന്നു. അങ്ങനെയെങ്കിൽ നമുക്ക് WB ഇവിടെ കിട്ടി. എന്തെന്ന്? 5 gram. ഇങ്ങനെ എടുത്ത് എഴുതാൻ നമുക്ക് സാധിക്കണം. ഓക്കെ, ഇനി നമുക്ക് വോള്യം. അപ്പൊ 5 gram in 100 ml എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ 100 ml ആണ് വോള്യം എന്ന് മനസ്സിലായി. വോള്യത്തിനെ നമുക്ക് ലിറ്ററിലേക്ക് ആക്കണം. അപ്പൊ 100 divided by 1000 നമുക്ക് എന്ത് കിട്ടി? 0.1 ലിറ്റർ എന്ന് പറഞ്ഞു കിട്ടി. കിട്ടിയില്ലേ? ഇനി ആറിന്റെ വാല്യൂ നമുക്ക് ഇവിടെ പ്രത്യേകിച്ച് ഒരു ഇതും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പഠിച്ച 0.0821 ലിറ്റർ അറ്റ്മോസ്ഫിയർ കെൽവിൻ റേസ് ടു -1 മോൾ റേസ് ടു -1 അങ്ങനെ എഴുതാം. T 15 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പൊ 15 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുമ്പോ 15 പ്ലസ് 273 എന്ത് കിട്ടി? 15 പ്ലസ് 273 എന്ന് പറയുന്നത് 288 കെൽവിൻ. ഇനി നമുക്ക് എന്താ അറിയേണ്ടത്? MB, മോളിക്കുലാർ മാസ് ഓഫ് ദ സൊല്യൂട്ട് എങ്ങനെ കണ്ടുപിടിക്കുക? സൂക്രോസ് എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. വാട്ട് ഇസ് എ മോളിക്കുലാർ ഫോർമുല ഓഫ് സൂക്രോസ്? ക്വസ്റ്റ്യൻ തന്നിട്ടില്ല, പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മൾ മുൻപ് പ്രോബ്ലങ്ങളിലൊക്കെ ചെയ്തിട്ടുണ്ട്. സൂക്രോസ് എന്ന് പറഞ്ഞാൽ അതിന്റെ മോളിക്കുലാർ ഫോർമുല C12H22O11. ഇനി മോളിക്കുലാർ ഫോർമുല മാത്രം കിട്ടിയാൽ മതിയോ? മോളിക്കുലാർ മാസ് കിട്ടണ്ടേ? ഇങ്ങനെ ചെയ്യാ. 12 ഇൻറ്റു ഒരു കാർബണിന്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 12 പ്ലസ് 22 ഇൻറ്റു 1 ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് 1 ആണ് പ്ലസ് 11 ഇൻറ്റു 16 എന്ത് കിട്ടും? നമുക്ക് കിട്ടും 342. ഞാനിവിടെ എഴുതാട്ടോ. 342 gram per mole. ഡയറക്റ്റ് അറിയുന്ന കുട്ടികളാണെങ്കിൽ വളരെ എളുപ്പത്തിൽ 342 gram per mole എന്ന് എഴുതാം. അറിയാത്തവരാണെങ്കിൽ ഇതുപോലെ ചെയ്തു നോക്കി അത് ആഡ് ചെയ്ത് 342 gram per mole എന്നാണെന്ന് കണ്ടുപിടിക്കുക. ഓക്കെ, ഇനി നമ്മൾക്ക് ഈ വാല്യൂസ് ഒക്കെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഫൈനൽ ആയിട്ടുള്ള ഉത്തരം കണ്ടുപിടിക്കും. അപ്പൊ ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. WB is 5 into 0.0821 into T is 288 divided by what is MB? It is 342 into what is V? It is 0.1. ഇതൊക്കെ മൾട്ടിപ്ലൈ ചെയ്ത് ഡിവൈഡ് ചെയ്തൊക്കെ കഴിയുമ്പോൾ നമുക്കൊരു ഫൈനൽ ആൻസർ കിട്ടും. അപ്പൊ നമ്മൾക്ക് ഇവിടെ ഫൈനൽ ആൻസർ കിട്ടിയത് 3.457 അറ്റ്മോസ്ഫിയർ. എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ സൊല്യൂഷൻസ് ഐസോട്ടോണിക് ആയപ്പോ നമ്മളിവിടെ എഴുതി പൈ ഗ്ലിസറിൻ ഇസ് ഈക്വൽ ടു പൈ ഗ്ലൂക്കോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓസ്മോട്ടിക് പ്രഷർ ഓഫ് ഗ്ലിസറിൻ ഇസ് ഈക്വൽ ടു ഓസ്മോട്ടിക് പ്രഷർ ഓഫ് ഗ്ലൂക്കോസ് എന്നാണ് ഇതിന്റെ അർത്ഥം. എന്ന് വെച്ച് കഴിഞ്ഞാൽ പൈ 1 ഇസ് ഈക്വൽ ടു പൈ 2. നമ്മള് ഈ ഗ്ലിസറിനെയും ഗ്ലൂക്കോസിനെയും 1ഉം 2 ആയിട്ട് എടുത്തു. ഇത് നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. പൈ എന്ന് പറയുന്നത് എന്താ? ഇറ്റ് ഈസ് WB RT ഡിവൈഡഡ് ബൈ MB ഇൻറ്റു V എന്ന് അല്ലേ? ഇവിടെ ഞാൻ ഇങ്ങനെ കൊടുത്തു. WB1 RT ഡിവൈഡഡ് ബൈ MB1 ഇൻറ്റു V1 is equal to ഇത് പൈ 2 അല്ലേ? അപ്പൊ WB2 RT ആറിനും ടെമ്പറേച്ചറിന്, അതായത് സൊല്യൂഷൻ കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിന് യാതൊരു മാറ്റവും ഇല്ല. സൊല്യൂട്ട് ആണ് ഇവിടെ മാറിയിട്ടുള്ളത്. അപ്പോ MB2 ഇൻറ്റു V2 ഇങ്ങനെ കിട്ടില്ലേ? ഇത് രണ്ടും ക്യാൻസൽ ചെയ്തു. നമുക്ക് എങ്ങനെ വന്നു? WB1 divided by MB1 into V1 is equal to WB2 divided by MB2 into V2. അപ്പൊ ഇതേപോലെ ഒരു എക്സ്പ്രഷൻ നമുക്ക് ഇക്വേറ്റ് ചെയ്യുമ്പോൾ കിട്ടും. ഈ ഒരു എക്സ്പ്രഷനിൽ നിന്ന് നമ്മൾക്ക് ഏതിന്റെ
ഏതിന്റെ മോളാർ മാസ് ആണ് നമുക്ക് ഇതിലൂടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? വി ഹാവ് ടു കാൽക്കുലേറ്റ് ദി മോളാർ മാസ് ഓഫ് ഗ്ലിസറിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 1 എന്ന് പറയുന്നതിന്റെ മോളാർ മാസ് നമ്മൾ കണ്ടെത്തണം. അതായത് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദി മോളാർ മാസ് ഓഫ് ഗ്ലിസറിൻ MB1. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് MB1 എങ്ങനെ കണ്ടുപിടിക്കുന്നത് നമുക്ക് നോക്കാം. MB1 ഇതിന്റെ അർത്ഥം എന്താ? മോളിക്യുലാർ മാസ് ഓഫ് ഗ്ലിസറിൻ. ഞാനിവിടെ എഴുതണോ? MB1 എന്ന് പറയുന്നത് മോളിക്യുലാർ മാസ് ഓഫ് ഗ്ലിസറിൻ. MB1 is equal to WB1 into MB2 into V2 divided by ഇനിയോ WB2 into V1. ഇവിടെ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ തോന്നുന്നുണ്ടെങ്കിൽ MB1 പകരം യു ജസ്റ്റ് ബിനെ മാറ്റിയിട്ട് നിങ്ങൾ M1 V1 അതുപോലെ M2 V2 W1 W2 എന്നൊക്കെ കൊടുത്ത് ചെയ്യാം. കൂടുതൽ കൺഫ്യൂഷൻ ആക്കരുത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇങ്ങനെ ഐസോട്ടോണിക് സൊല്യൂഷൻസ് എന്നൊക്കെ പറഞ്ഞു വന്നാൽ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഞാനിവിടെ കാണിച്ചു തരുന്നത്. അപ്പൊ നമുക്കൊരു എക്സ്പ്രഷൻ കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്തെല്ലാം ഡാറ്റാസ് ആണ് തന്നിട്ടുള്ളതെന്ന് നോക്കാം. അതൊന്നും ഇവിടെ എടുത്ത് എഴുതാം. ഓക്കെ, ഇപ്പൊ മോളിക്യുലാർ മാസ് ഓഫ് ദി ഗ്ലിസറിൻ ആണ് MB1 എന്ന് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അത് കണ്ടുപിടിക്കണം. ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ തന്നിട്ടുള്ളത്? 10.2 gram ഓഫ് ഗ്ലിസറിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ WB1 10.2 gram. MB2 that is the molecular mass of the solute. That is ഏത് സൊല്യൂട്ട് ആണ്? ഗ്ലൂക്കോസ്. ഗ്ലൂക്കോസിന്റെ മോളിക്യുലാർ മാസ് 180 gram per mole എന്ന് തന്നിട്ടുണ്ട്. Then 2% സൊല്യൂഷൻ ഓഫ് ഗ്ലൂക്കോസ്. ഞാൻ നേരത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2% എന്ന് പറയുമ്പോ നമുക്കിവിടെ തന്നിട്ടുള്ളത് എന്താ? WB2 that is 2 gram. And what is V1? V1 എന്ന് പറയുന്നത് 1 കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗ്ലിസറിൻ ആയതുകൊണ്ട് പെർ ലിറ്റർ ആണ്. അത് വെച്ച് കഴിഞ്ഞാൽ ലിറ്ററിൽ തന്നിട്ടുണ്ട് 1 liter. And what is V2? It is 2% solution. It is 100 ml. അപ്പൊ 100 ml എന്ന് പറയുമ്പോൾ 100/1000. That is 0.1 liter. കൺഫ്യൂഷൻ ഉണ്ടോ? ഇവിടെ ഓരോന്നും എന്താണെന്ന് എടുത്തെഴുതുക. ഇനി ഞാനിവിടെ എടുത്തെഴുതണോ ഓരോന്നും എന്താണെന്നുള്ളത്? കൺഫ്യൂഷൻ വരുന്നുണ്ടോ? മാസ് ഓഫ് B1 കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗ്ലിസറിൻ. MB2 എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ മോളിക്യുലാർ മാസ് ഓഫ് ഗ്ലൂക്കോസ്. ദിസ് ഈസ് mass of glucose. This is V1 volume of ഏതാ? glycerin അല്ലേ? glycerin. The volume of glucose. എല്ലാവർക്കും ക്ലിയർ ആയില്ലേ? ഓക്കെ, ഇനിയൊക്കെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. What is WB1? It is 10.2 into what is MB2? It is 180 into what is V2? It is 0.1 divided by what is WB2? It is 2 into what is V1? It is 1. And finally we will get the answer. So we will get the final answer as 91.8 gram per mole. For molecular mass of glycerin നമുക്ക് കിട്ടിക്കഴിഞ്ഞു. The final answer is 91.8 gram per mole. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. എല്ലാവരോടും പ്രത്യേകം പറയാണ്, എല്ലാവരും ഈ ഒരു ക്വസ്റ്റ്യൻ നല്ല പോലെ ഒന്ന് ശ്രദ്ധിച്ച് പഠിക്കണം. എങ്ങനെയാണ് നമ്മൾക്ക് ഇതുപോലെ ഐസോട്ടോണിക് ആയിട്ടുള്ള സൊല്യൂഷൻസ് വരുമ്പോൾ പ്രോബ്ലം സോൾവ് ചെയ്യാന്നുള്ളത്. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് നമുക്ക് അവസാനിപ്പിക്കാം. ആരും ഓടിപ്പോകരുത് കേട്ടോ. അപ്പൊ നമ്മുടെ ഫൈനൽ ക്വസ്റ്റ്യൻ നോക്കാം. ഇതുവരെ ചെയ്തതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മളൊന്ന് നന്നായി ശ്രദ്ധിച്ച് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഈ ഒരു പ്രോബ്ലം ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ കേട്ടോ.
Calculate the osmotic pressure of a solution obtained by mixing 100 ml of 4.5% solution of urea. Molecular mass is given and 100 ml of 3.42% solution of cane sugar. And its molecular mass also given at 300 Kelvin. Given R is equal to 0.0821 liter atmosphere per Kelvin per mole. Okay. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾക്ക് ചോദിച്ചിട്ടുള്ളത് എന്താ, അതായത് 100 ml 4.5% സൊല്യൂഷൻ ഓഫ് യൂറിയയും 100 ml 3.42% ഓഫ് കെയിൻ ഷുഗറും മിക്സ് ചെയ്തപ്പോ ഉണ്ടായിട്ടുള്ള ഓസ്മോട്ടിക് പ്രഷർ ആണ് ചോദിച്ചിട്ടുള്ളത്. That means here you have to calculate the osmotic pressure of the resultant solution. ഇത് രണ്ടും കൂടി മിക്സപ്പ് ചെയ്ത് കിട്ടിയിട്ടുള്ള സൊല്യൂഷന്റെ ഓസ്മോട്ടിക് പ്രഷർ എത്രയാണെന്ന ചോദ്യം. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് പൈ ഈസ് ഈക്വൽ ടു NB ഇൻറ്റു RT ഡിവൈഡഡ് ബൈ V എന്നുള്ളത് അല്ലെ. ഇവിടെ രണ്ട് സൊല്യൂട്ടുകളാണ് ഉള്ളത്, അതായത് യൂറിയയും ഉണ്ട് ഷുഗറും ഉണ്ട്. അപ്പൊ നമ്മളിവിടെ കാൽക്കുലേഷൻ നടത്തുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ NB എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ സൊല്യൂട്ട് ആണ് അല്ലെ. വി ഹാവ് ടു കാൽക്കുലേറ്റ് ദ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഇൻ ദിസ് സൊല്യൂഷൻ. ഇപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് യൂറിയയും കണ്ടുപിടിക്കണം, നമ്പർ ഓഫ് മോൾസ് ഓഫ് കെയിൻ ഷുഗറും കണ്ടുപിടിക്കണം. എന്നിട്ട് അത് സം ചെയ്ത് കിട്ടുന്നതാണ് അവിടുത്തെ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്. ഇതുപോലെ തന്നെ വോള്യവും 100 ml 4.5% എന്ന് പറയുന്നുണ്ട് യൂറിയ എടുത്തിട്ടുള്ള സൊല്യൂഷൻ, അതേപോലെ തന്നെ 100 ml 3.42% സൊല്യൂഷൻ ഓഫ് കെയിൻ ഷുഗർ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇവിടുത്തെ ടോട്ടൽ വോള്യം എന്ന് പറയുന്നത് 100 ml പ്ലസ് 100 ml, ദാറ്റ് മീൻസ് 200 ml ആണ് അല്ലെ. അപ്പോ വി എന്ന് പറയുന്നത് V1 പ്ലസ് V2ഉം NB എന്ന് പറയുന്നത് NB1 പ്ലസ് NB2 ആയിട്ട് എടുത്തു. ഇവിടെ B1 എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം, യൂറിയ വേണമെങ്കിൽ യൂറിയ എടുക്കാം, കെയിൻ ഷുഗർ വേണമെങ്കിൽ കെയിൻ ഷുഗർ എടുക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഏതാണെങ്കിലും കുഴപ്പമില്ല, അതിനനുസരിച്ച് വോള്യവും നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് മാത്രം. ഓക്കെ, അപ്പൊ നമ്മൾക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ എഴുതിയിട്ടുള്ളത്. NB എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ആൻഡ് ഇറ്റ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ബൈ ആഡിംഗ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ യൂറിയ ആൻഡ് ദ ഷുഗർ ആൻഡ് V ഈസ് ഈക്വൽ ടു V1 പ്ലസ് V2. ഇതിനോട് റിലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഈ ഓരോ സൊല്യൂട്ടൊക്കെ മാറാം, ഏത് ക്വസ്റ്റ്യൻ ഇതിനോട് റിലേറ്റ് ചെയ്ത് വന്നാലും ചെയ്യേണ്ടുന്ന മെത്തേഡ് ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം നിങ്ങൾ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ സൊല്യൂട്ട് കണ്ടുപിടിക്കണം, സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തണം. ഇപ്പൊ നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ സൊല്യൂട്ട് കാൽക്കുലേഷൻ ഒക്കെ ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുള്ളതാണ് അല്ലെ. അപ്പൊ നമുക്ക് ഇത് ഡയറക്റ്റ് ആയിട്ട് അത് കണ്ടുപിടിക്കാം, എന്നിട്ട് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മുടെ സമയം അധികം കളയണ്ടെന്ന് വെച്ചിട്ടാണ് ഞാനിത് ബോർഡിൽ എഴുതിയിട്ടുള്ളത്. ഞാൻ വായിക്കാം. നമ്പർ ഓഫ് മോൾസ് ഓഫ് യൂറിയ ഇസ് ഈക്വൽ ടു 4.5 ഡിവൈഡഡ് ബൈ 60. നമ്പർ ഓഫ് മോൾസ് നമ്മൾ കണ്ടുപിടിക്കുകയാണ്, കാരണം 4.5% സൊല്യൂഷൻ തന്നിട്ടുണ്ട്, അപ്പൊ മാസ് അവിടെ തന്നിട്ടുണ്ട്, ഡിവൈഡഡ് ബൈ ഇറ്റ്സ് ഫോർമുല മാസ് ദാറ്റ് ഈസ് 60 നമ്മൾ കണ്ടുപിടിച്ചു വെച്ചു. ഇതേപോലെ തന്നെ കെയിൻ ഷുഗറിന്റെ നമ്പർ ഓഫ് മോൾസും കണ്ടുപിടിക്കണം. 3.42 ഡിവൈഡഡ് ബൈ 342. അപ്പൊ നമുക്കൊരു വാല്യൂ കിട്ടി. ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഇത് രണ്ടും കൂടി കൂട്ടിയിട്ടുള്ള നമ്പർ ഓഫ് മോൾസ് നമ്മൾക്ക് കിട്ടി, ദാറ്റ് ഈസ് 0.085 മോൾ. ഓക്കെ, ദെൻ സെക്കൻഡ്ലി വി ഫൈൻഡ് ഔട്ട് ദി ടോട്ടൽ വോള്യൂം ഓഫ് ദ സൊല്യൂഷൻ. അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുണ്ട് 100 ml സൊല്യൂഷൻ ഓഫ് യൂറിയയും 100 ml സൊല്യൂഷൻ ഓഫ് കെയിൻ ഷുഗർ എന്ന്. അപ്പൊ ടോട്ടൽ വോള്യൂം എന്ന് പറയുമ്പോൾ അവിടെ 200 ml ആണ്. അപ്പൊ 200 ml സൊല്യൂഷൻ ആണ് അവിടെ ഉള്ളത്. 200 ml ലിറ്ററിലേക്ക് ആക്കി 0.2 ലിറ്റർ എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടി. ഇനി നമുക്ക് സിമ്പിൾ അല്ലേ, ഇത് ഈ ഒരു പൈയുടെ വാല്യൂല് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് പൈ ഇസ് ഈക്വൽ ടു what is the total number of moles, that is 0.085 into R 0.0821 into what is T. T നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, it is 300 Kelvin into 300 divided by and what is V 0.2. പൈയുടെ വാല്യൂ നമുക്ക് കിട്ടുന്നത് 10.47 atmosphere. ചെയ്തു നോക്കൂ കേട്ടോ, കിട്ടും. ബുദ്ധിമുട്ടുള്ള കേസൊന്നും അല്ല. നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ഈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് എങ്ങനെ കണ്ടുപിടിക്കാന്നുള്ളത് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ചില സമയത്തെ നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് ഇപ്പൊ വെയിറ്റ് ബൈ ഫോർമുല വെയിറ്റ് അല്ലാതെ മൊളാരിറ്റിയും വോള്യവും തരും. ആ സമയത്ത് നമ്പർ ഓഫ് മോൾസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള മറ്റൊരു ഫോർമുല നിങ്ങൾക്ക് അറിയോ? C is equal to N by V എന്ന് പറയുന്നത്
പറഞ്ഞു തന്നിട്ടുള്ളതാണ്. നമ്മൾ അങ്ങനെയാണ് ഈ ഒരു ഫോർമുലയിലേക്ക് എത്തിയത്. ദാറ്റ് ഈസ് N is equal to C into V ചെയ്യുക. ചിലപ്പോൾ മൊളാരിറ്റിയും വോള്യവും തരും. ആ സമയത്ത് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കേണ്ടത് ഈ ഒരു എക്സ്പ്രഷനിലൂടെയാണ് കേട്ടോ. എപ്പോഴും 4.5% സൊല്യൂഷൻ തരണമെന്നില്ല. ചിലപ്പോഴൊക്കെ 200 സെന്റിമീറ്റർ ക്യൂബ് ഓഫ് 0.25 മോളാർ സൊല്യൂഷൻ എന്നൊക്കെ പറഞ്ഞു തരാം. ആ സമയത്ത് നമുക്ക് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ വേണ്ടി ഈ ഒരു എക്സ്പ്രഷൻ ഉപയോഗിക്കാം. അല്ലാതെ നമുക്ക് വെയിറ്റ് ബൈ ഫോർമുല വെയിറ്റ് തന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുന്ന രീതി ഇങ്ങനെയാണ്. രീതി എങ്ങനെയാണെങ്കിലും ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് കണ്ടെത്താന്നുള്ളതാണ് നമ്മളുടെ എയിം. അത് കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. റിസൾട്ടന്റ് സൊല്യൂഷന്റെ ഓസ്മോട്ടിക് പ്രഷർ കണ്ടുപിടിക്കുന്നു. എപ്പോഴും ഓർക്കണം, റിസൾട്ടന്റ് സൊല്യൂഷൻ ആണെങ്കിൽ ഈ രീതിയിലാണ് ചെയ്യുന്നത്. സാധാരണ ഒരു കോമ്പൗണ്ട് ഒക്കെ തന്നിട്ട് അതിന്റെ ഓസ്മോട്ടിക് പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ആദ്യമേ കണ്ടിരുന്നു. അപ്പൊ ഓരോന്ന് ചെയ്തതും ഡിഫറെന്റ് ആണ്. അതുകൊണ്ട് എല്ലാവരും ഡിഫറെന്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആയതുകൊണ്ട് നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് ആ ഒരു അറിവ് കൂടുക. അല്ലാണ്ട് ഇത് ടീച്ചർ തന്നു അതേപോലെ തന്നെ പകർത്തി എഴുതി എന്ന് വെച്ചിട്ട് നമുക്ക് ഒന്നും അറിയണമെന്നില്ല. അപ്പൊ എല്ലാവരും വീഡിയോ കണ്ടതിന് ശേഷം ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതി ഒന്ന് ചെയ്തു നോക്കൂ കേട്ടോ. അപ്പോ ഈ ഒരു പ്രോബ്ലത്തോടു കൂടി ഇന്നത്തെ സെഷൻ ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ഈ ചാപ്റ്ററും ഇതോടുകൂടി അവസാനിക്കുകയാണ്. നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാം. അപ്പോ എല്ലാവരോടും താങ്ക് യു ഫോർ വാച്ചിങ്.